സൂറത്തുൽ ബക്കറയിലെ 186 ആയത്തിൽ ഏറ്റവും മനോഹരമായ ദുആനെ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അല്ലാഹു തആല പറയാണ് അതിൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തിദ് ദാഇ ഇദാ ദഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, എന്റെ അടിമകള് എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നതാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ, ഇതിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. ഒരിക്കൽ ഒരു അറാബി ആയിട്ടുള്ള ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഓ റസൂൽ തങ്ങളെ, നമ്മുടെ റബ്ബ് സമീപസ്ഥനാണോ അതോ നമ്മുടെ റബ്ബ് ദൂരെയാണോ ഉള്ളത്, വിദൂരത്താണോ ഉള്ളത്? റബ്ബ് അടുത്താണ് ഉള്ളതെങ്കിൽ നമ്മൾ പതിയെ വിളിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാമല്ലോ. അത് അല്ലെങ്കിൽ റബ്ബ് ദൂരെയാണ് ഉള്ളതെങ്കിൽ, ദൂരസ്ഥാനാണെങ്കിൽ കുറച്ചും കൂടി ഒച്ചയിൽ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കാലോ. എങ്ങനെയാണ് നബിയെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂൽ തങ്ങളോട് ചോദിച്ചപ്പോ റസൂൽ തങ്ങൾ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്, നിശബ്ദമാവാണ്. കാരണം തങ്ങൾക്ക് എന്ത് പറയണമെന്ന് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് അറിയാതെ നിശബ്ദമാവുകയാണ്. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഈ ആയത്തിന്റെ ഭംഗി നിങ്ങൾ നോക്കുക. അല്ലാഹു തആല പറയാണ്, വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ. ഇവിടെ ലക്ക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ചോദ്യം ചോദിക്കുന്നത് നബി തങ്ങളോടെയാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവും വരേണ്ടത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ആയത്തിന്റെ രൂപം വരേണ്ടത് വഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ ലഹു ഇന്നല്ലാഹ ഖരീബ്. ഇങ്ങനെയാണ് ആയത്തിന്റെ രൂപം വരേണ്ടത്. കാരണം ഇതേപോലെ കുറെ ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജനങ്ങളെ ചോദിച്ചപ്പോൾ റസൂൽ തങ്ങൾ മുഖേനയാണ് അവർക്ക് ഉത്തരം കൊടുത്തത്. റസൂൽ തങ്ങളിലൂടെയാണ് അവർക്ക് ഉത്തരം കൊടുത്തത്. ഉദാഹരണത്തിന് സൂറത്തുൽ ബക്കറയിൽ തന്നെ 219 ആയത്തിൽ അവര് മദ്യത്തിനെ സംബന്ധിച്ചും ചൂതാട്ടത്തിനെ സംബന്ധിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നേരം അല്ലാഹു തആല പറയാണ്, പറയുക നബിയെ, അതിൽ ഗുരുതരമായ പാപമുണ്ടെന്ന് പറയുക നബിയെ എന്ന് റസൂൽ തങ്ങൾ മുഖേനയാണ് അതിന് ഉത്തരവും കൊടുക്കുന്നത്. ഇവിടെയെല്ലാം കുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി കുൽ പറയുക നബിയെ, കുൽ പറയുക റസൂലെ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടെയാണ് അവർക്ക് ഉത്തരവും കൊടുക്കുന്നത്. പക്ഷേ ഈ ആയത്തിന്റെ മനോഹരമായ രീതി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥനയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് അടിമയോട് സംസാരിക്കുകയാണ്. അവർ അടിമയോട് പറയുകയാണ്, കൽപ്പിക്കുകയാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയല്ല ഉത്തരം കൊടുക്കുന്നത്. റബ്ബ്, ഈ ലോകം സൃഷ്ടാവായ റബ്ബ് നേരിട്ട് അടിമയോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ആയത്ത് നിങ്ങൾക്ക് കാണുന്നത്. അന്നി ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം തരാം. അല്ലാഹു തആല, ഈ ലോകം സൃഷ്ടാവായ അല്ലാഹു തആലയുടെ സാമീപ്യം ഞാൻ നിങ്ങളുടെ അത്ര അടുത്താണെന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയാണ്. ഈ ചോദ്യം വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. പക്ഷേ ഇതിന് ഉത്തരം കൊടുക്കുന്നത് അല്ലാഹു നേരിട്ട് അടിമയോട് അവന്റെ അടിമയോട് സംസാരിക്കുകയാണ്, പറയുകയാണ്, അന്നി ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അത്രത്തോളം അടുത്താണ്, അത്രത്തോളം സാമീപ്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്തുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം തരാം. ഒരു ആയത്തിൽ നിങ്ങൾക്ക് കാണാം, ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, നിങ്ങളെ കണ്ട നാടിയേക്കാൾ അടുത്താണ് ഞാൻ നിങ്ങളുടെ അടുത്താണുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആയത്തിന്റെ 2ാമത്തെ ഭാഗം നിങ്ങൾ നോക്കണം. അതിൽ അല്ലാഹു തആല പറയുന്നത് ഉജീബു ദഅവത്തിദ് ദാഇ ഇദാ ദഅൻ. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. ഇവിടെ ഉജീബു ദഅവത, ഉത്തരം നൽകുന്നതിനെ കുറിച്ചാണ് അല്ലാഹു തആല ആദ്യം പറയുന്നത്. എന്നിട്ടാണ് അള്ളാഹുവിനെ വിളിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർഡർ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആദ്യം വരേണ്ടത് പ്രാർത്ഥനയാണ്, ആദ്യം ചോദ്യമാണ് വരേണ്ടത്, എന്നിട്ടാണ് അതിന് ഉത്തരം വരേണ്ടത്. പക്ഷേ
ഈ ആയത്തിന്റെ മനോഹരമായ രീതി നിങ്ങൾ ചോദിച്ചു നോക്കുക. അള്ളാഹു ആദ്യം പറയുന്നത് ഉത്തരം കൊടുക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു താല പറയുന്നത്, എന്നിട്ടാണ് ചോദിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ മനോഹരമായ രീതി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹു താല അവന്റെ അടിമക്ക് ആ പ്രാർത്ഥനയ്ക്ക് അവന്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ അള്ളാഹു താലയുടെ താല്പര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ ആയത്തിലൂടെ തന്റെ അടിമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു താലയുടെ ഈ ലോകം സൃഷ്ടാവായ അള്ളാഹുവിന്റെ താല്പര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആരാണ് അള്ളാഹു താല, ആരാണ് അള്ളാഹു? ഈ ലോകം മുഴുവനും സൃഷ്ടാവായ ഏകനായ തമ്പുരാൻ. ഒരു മനുഷ്യന്റെ ഒരു വിരൽ തമ്പുകൊണ്ട് ഓരോ മനുഷ്യനെ ഓരോ രൂപങ്ങള് ഇപ്പൊ എന്റെ തമ്പുകൊണ്ട്, എന്റെ ഒരു വിരൽ തമ്പുകൊണ്ട് എന്റെ അടയാളം മാത്രമേ കണ്ടെത്താൻ പറ്റൂ. അതേപോലെ ഈ ലോകത്തിൽ കിടക്കുന്ന കോട്യാനും മനുഷ്യന്മാരെ ഓരോ തമ്പുകളെ കൊണ്ട് അവന്മാരെ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ സൃഷ്ടിച്ച നാഥനായ ഏകനായ അല്ലാഹു. ചിന്തിച്ചു നോക്കണം സഹോദരൻ, നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരു അധികാരിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ, ഒരു ഫിലിം ആവട്ടെ, ഒരു ആക്ടർ ആവട്ടെ, ഇവരൊക്കെ കാണാൻ പോകുമ്പോൾ അവര് ഇഷ്ടപ്രകാരം അവര് എപ്പോഴാണോ കാണാൻ സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ അവർ എപ്പോഴാണോ നമ്മൾക്ക് കാണാൻ വേണ്ടി അവസരം നൽകുന്നത്, ചോദിക്കാൻ അവസരം നൽകുന്നത്, ആ സമയത്തായിരിക്കും നമ്മൾ പോവേണ്ടതും അവരുടെ സമയത്തിന് അനുസരിച്ചാവും നമ്മൾ അവരെ കാണാൻ പോകുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു ജനിച്ചപ്പോ തൊട്ട് ഇതുവരെ നിനക്ക് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നിന്റെ റബ്ബ് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാൽ പോലും അതിന് ഉത്തരം തേടാൻ വേണ്ടി അള്ളാഹുവിന്റെ താല്പര്യം അള്ളാഹു കാത്തിരിക്കുകയാണ് സഹോദരങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തആല പറയുന്നുണ്ട്, ഉജീബു ദഅവതി ദാഇ ഇസാ ദഅൻ, എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. വിളിക്കുന്നവർ ആരാണെങ്കിലും, അള്ളാഹുവിനെ വെറുക്കുന്ന ആളോ അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളോ, ഇവിടെ അള്ളാഹു തആല നമസ്കരിക്കുന്നവൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഉത്തരം നൽകുമെന്നല്ല അള്ളാഹു തആല പറയുന്നത്. ആര് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകുമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഇവിടെ അള്ളാഹു തആല മുഅ്മിനായ ഒരു മുസ്ലിമായ ആളുകൾക്ക് ഉത്തരം നൽകുന്നതിനെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. ആര് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അള്ളാഹു തആല ഉത്തരം നൽകുമെന്നാണ് അള്ളാഹു തആല ഇതിലൂടെ പറയുന്നത്. നിങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ച് ഏത് സമയത്ത് എങ്ങനെ വിളിച്ചാലും അള്ളാഹു തആല അതിന് ഉത്തരം നൽകുമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. പിശാച്, ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച സമയത്ത് പിശാച് അള്ളാഹുവിനോട് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യം, ഈ ലോകത്തിലുള്ള മുഴുവനും ആളുകളെയും തെറ്റിലേക്ക്, ഹറാമിലേക്ക്, ശിർക്കിലേക്ക് നയിക്കുന്ന പിശാച് പോലും അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ച സമയത്ത് ഖുർആനിലൂടെ പറയുന്നുണ്ട്, അള്ളാഹു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ പിശാചിന്, ഇബ്ലീസിന് സമയത്ത് അള്ളാഹുവിനെയാണ് ഇബ്ലീസ് പോലും വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. സൂറത്തുൽ ആറാഫിന്റെ 14-ാമത്തെ വചനത്തിൽ ഇബ്ലീസ് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവെ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ സമയം നൽകണമേ എന്ന അള്ളാഹു തആലയോട് പിശാച് ചോദിച്ചപ്പോൾ, ആ സമയത്തിലും അള്ളാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഇബ്ലീസ് ചോദിച്ചപ്പോ, പിശാച് ചോദിച്ചപ്പോ അതിന് അള്ളാഹു തആല ഉത്തരം നൽകാണ്. ആ സന്ദർഭം വരെ, ആ സമയം വരെ നിനക്ക് ഞാൻ സമയം തരുമെന്ന് അള്ളാഹു തആല പറയുകയാണ് പിശാചിനോട്. അള്ളാഹുവിനെ ധിക്കരിച്ച പിശാചിന് പോലും ആ സമയത്ത് ഉത്തരം നൽകുന്ന നിന്റെ റബ്ബ്, നീ എത്ര പാവം ചെയ്താലും എത്ര ദോഷം ചെയ്താലും ഏത് സമയത്ത് നീ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അള്ളാഹു തആല അതിന് ഉത്തരം നൽകുമെന്ന് അള്ളാഹു തആല പറയാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹു തആലയുടെ കാരുണ്യത്തിൽ ഒരാളും സംശയിക്കില്ല, ഒരാളും നിരാശയാവേണ്ടതില്ല. അത്രത്തോളം സമീപസ്ഥനാണ്, നമ്മുടെ നാടി നരമ്പിനേക്കാളും അടുത്താണ് നമ്മുടെ റബ്ബുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وإلى مواعيد
فوائد جود مولاك اهرعي. وإذا تأخر مطلب فلربما في ذلك التأخير كل المطمع. فاستانسي بالمنع وارعي حقه، إن الرضا وصف المنيب